ഈ ഇടയായിട്ട് കുറച്ച് അമ്പല ദർശനങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോണത് പാതിരാകുന്ന് മനയ്ക്കാണ് കേട്ടോ, പാമ്പ് മനയ്ക്ക്. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും ഇച്ചിക്കുട്ടനും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ഇവിടുന്ന് നേരിട്ട് അങ്ങോട്ടൊരു ബസ്സുണ്ട് രാവിലെ. അപ്പോൾ അതിനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി, ഞങ്ങൾ അവിടെ എത്തി. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ നല്ല പുരോഗമനം ഉണ്ട് കേട്ടോ. അവിടെ സ്റ്റെപ്പൊക്കെ നിരത്തി. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയപ്പോഴേക്കും ഇച്ചിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് തിരക്കുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത്. ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിക്കുട്ടനെ അങ്ങനെ എടുത്ത് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് നേതിച്ചോറൊക്കെ കിട്ടി. അപ്പോഴേക്കും ഇച്ചിക്കുട്ടനെ എണീപ്പിച്ചു കേട്ടോ. എണീപ്പിച്ചിട്ട് ഇതാ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇച്ചിക്കുട്ട അവിടെയൊക്കെ നല്ല നടത്തായിട്ടോ. തിങ്കളാഴ്ച പോയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചയാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. അങ്ങനെ തിരക്കില്ലാത്തതുകൊണ്ട് ഇച്ചിക്കുട്ടനെ എവിടെ വേണമെങ്കിലും ഓടി നടക്കായിരുന്നു. അപ്പോൾ അച്ചച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞ് തിരഞ്ഞ് നടക്കായിരുന്നു കേട്ടോ. അച്ചച്ചൻ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചച്ചനെ കണ്ട സന്തോഷത്തിൽ ഇച്ചിക്കുട്ട അച്ചച്ചൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് പിന്നെ വികൃതി കാണിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ വയസ്സായ ആൾക്കാരല്ലേ, മെല്ലെ നടന്ന് ബസ് കയറാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മിച്ചുക്കുട്ടൻ ഞങ്ങളെക്കാളും മുന്നേ ഓടുമായിരുന്നു കേട്ടോ. മിച്ചുക്കുട്ടൻ നേതിച്ചോറൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവനൊരു പഴംപൊരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴംപൊരി ഇതാ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ബസ് വന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഇച്ചിക്കുട്ടൻ എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. കഥ പറഞ്ഞു തരൂ. മീമിണ്ടായിരുന്നു. ബോബു ആരെ കൊണ്ടുപോയി? ആരെ തവള കൊണ്ടുപോയി? മീമീനെ കൊണ്ടുപോയോ? എന്നിട്ട് കരഞ്ഞോ? എന്നിട്ട് എന്തുണ്ടായി? മീമി കഞ്ഞിട്ട് മഴ പെയ്തോ? എന്നിട്ട് എന്നിട്ട്